പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000 മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദനെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുവാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുക ആകുക ഉടമ്പടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. റോമ 1:6. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞ ആ ബന്ധം എന്ന് പറയണത് സ്വന്തമെന്നുള്ള ഒരു ബന്ധമാണുള്ളത്. അത് അങ്ങനെ വരണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൂടെയാണ്. അതാണ് എസെക്കിയേലിൽ നമ്മൾ വായിച്ചത്. വാഗ്ദാനത്തിലൂടെ ഉടമ്പടി വഴി ഞാൻ നിന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയെന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം A to Z കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലും. പിന്നെ നമ്മളെപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഒരു ഉടമ്പടി ദൈവമായിട്ട് എടുക്കും, അത്തരം പല ഉടമ്പടി പല അലപലാദികളായിട്ട് എടുക്കും. അതായത് ദൈവമായിട്ടൊരു ഉടമ്പടി, പിന്നെ അജ്ഞാതമായ കുറേ ഉടമ്പടി കുറേ ആൾക്കാരോട് എടുക്കും. കാര്യം നിങ്ങൾക്കറിയാലോ, ഒരു ഉടമ്പടിയും നിലനിൽക്കത്തുള്ളൂ. ദൈവത്തിന് നിരക്കാത്ത കുറേ ഉടമ്പടികൾ ഉണ്ടാവും. അതാണ് നമ്മുടെ ഉടമ്പടിയിൽ ആൾക്കാർക്ക് പണി കിട്ടുന്നതിൻ്റെ കാര്യം. അതാണ് പണി കിട്ടണമല്ല, ആൾക്കാർക്ക് വിചാരിക്കേണ്ട രീതി ഫലം ഉണ്ടാകാത്തതിൻ്റെ കാരണം ഇവർ രഹസ്യ ഉടമ്പടി, പരസ്യ ഉടമ്പടി ദൈവമായിട്ടും രഹസ്യ ഉടമ്പടി വേറെ ആൾക്കാരെടുക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്. ആശ്രയം ആരിൽ വെച്ചാലും അത് ഉടമ്പടി റിലേഷനായിട്ട് വരും. ഫലത്തില് സങ്കീർത്തനം 118:8-9. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവമായിട്ടാണ് നമുക്ക് ഉടമ്പടി, പരസ്യ ഉടമ്പടി വരുന്നത്. പക്ഷെ പല ആൾക്കാരും നിലപാടിൽ വേറെ പലയായിട്ട് രഹസ്യ ഉടമ്പടി വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ചില ആൾക്ക് ഭരിക്കാതെ വരണത്. അതായത് പ്രഭുക്കന്മാർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെ ഈ പ്രഭുക്കന്മാരെ കൊണ്ടുവന്നാലും പൊന്നു കൊണ്ടുവന്നാലും വേറെ എന്ത് കൊണ്ടുവന്നാലും ഈ ഉടമ്പടി ഡാമേജാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഉടമ്പടിക്ക് നിരക്കാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന, ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറെ ഒന്നും ചോദിക്കത്തില്ല. ദൈവത്തെ എടുക്കുക, ദൈവത്തെ മാത്രമേ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ നോക്കി പറയും. ഓരോ ദിവസവും നമ്മുടെ മുന്നിലെ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രക്ഷുബ്ധമായ അവസരത്തെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ പുതിയ ദൈവതന്ത്രങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്നത് കാണാം. ഓരോ സാക്ഷ്യവും നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പം നമ്മൾ രസതന്ത്രം, ഊർജതന്ത്രം എന്നൊക്കെ പറയുന്ന പോലെ സുവിശേഷ തന്ത്രമുണ്ട്. അതൊരു ടെക്നിക്കാണ്. ശരിക്കും ടെക്നിക്കെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ്ങിലല്ല, പോസിറ്റീവ് മീനിങ്ങിൽ അതൊരു ശാസ്ത്രം പോലെ. സുവിശേഷ ശാസ്ത്ര വിധിപ്രകാരം ഒരു വിഷയത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതിൽ കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് തരുന്നത് ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിൽ ചില ആൾക്കാർ ചില ഇൻവെസ്റ്റേഴ്സ്, ഇപ്പം നമ്മൾ നിക്ഷേപകരെന്നല്ലേ പറയുന്നത്, ഉടമ്പടിയിലെ ചില നിക്ഷേപകർ, ഞാൻ പാർട്ടിസിപ്പൻസ് എന്ന് പറയത്തില്ല, പങ്കാളികളെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉടമ്പടി ഒരു പങ്കാളിത്ത ആധ്യാത്മിക ജീവിതമാണ്.
അതേസമയം തന്നെ പങ്കാളികൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉടമ്പടിയിലെ നിക്ഷേപകരെന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ള വാക്യം. കാര്യം കർത്താവിൻ്റെ ചില വചനങ്ങളുടെ ആ വേലി അരികെ പിടിച്ചു പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന ചില ആധ്യാത്മിക ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങളിലേക്കുള്ള ദൈവവും വരച്ചിട്ട മാർഗങ്ങളും ഒക്കെ ഉണ്ട്. അതിലൊരു വചനമാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 30-ാമത്തെ വാക്യം. മത്തായി 25:30. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എൻ്റെ ഭാഷയിൽ ഞാൻ ഇതിനെ ഒക്കൾട്ട് വേടെന്നാണ് വിളിക്കണത്. ഒക്കൾട്ട് വേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഢവചനം. ദൈവം വെളിച്ചത്ത് പറയണ വചനങ്ങളുണ്ട്, ദൈവം രഹസ്യത്തിൽ പറയണ വചനങ്ങളുണ്ട്. വെളിച്ചത്ത് പറയുന്ന വചനങ്ങൾ ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. നന്ദി മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ. മത്തായി 10:26-27. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ഇപ്പൊ ചില പറച്ചിൽ ഇരുട്ടത്തായിരിക്കും പറയണത്. അവിടെ വേണ്ടത്ര വെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല. കർത്താവ് പറയും, ഇരുട്ടത്ത് നമ്മുടെ കർത്താവിൻ്റെ കാണാൻ പറ്റത്തില്ല, പക്ഷെ സ്വരം മാത്രം കേൾക്കും. അത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് അവിടെ വേണ്ട നമുക്ക് വ്യക്തതയില്ല, നമുക്ക് വ്യക്തമല്ല, കാഴ്ചകൾ വ്യക്തമല്ല, പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതാണ് ഇരുട്ടത്ത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളെന്ത് ചെയ്യണം? അത് വെളിച്ചത്തിൽ പരസ്യപ്പെടുത്തണം. അപ്പോൾ വെളിച്ചത്തിൽ പരസ്യപ്പെടുത്താനുള്ള ചുമതല ദൈവത്തിൻ്റെക്കാൾ ഉപരി സുവിശേഷ പ്രവർത്തകരുടേതാണ്. ദൈവം അത് ഇങ്ങനെ ഇരുട്ടത്തെ പറയത്തുള്ളൂ. വലിയ വലിയ കാഴ്ചകളൊന്നും ചുറ്റുപാടും ഇങ്ങനെ ഇരുട്ടാക്കിക്കൊണ്ട് മാത്രമേ ചില വചനങ്ങൾ പറയത്തുള്ളൂ. ചുറ്റുപാടും കാണാൻ പറ്റത്തില്ല. ഇപ്പം എന്താ പറയണത്? പ്രയോജനമില്ലാത്ത ഈ ദാസന്, ഇതാണ് നിഗൂഢ വചനം എന്ന് പറയുന്നത്. അന്ധകാരം നിങ്ങളോട് പറഞ്ഞത് നിഗൂഢ വചനമാണ്. ഈ നിഗൂഢ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആവർത്തിക്കപ്പെടത്തില്ല. എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. സുവിശേഷത്തിൽ എപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മാനസാന്തരപ്പെടുവിൻ, അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, മാനസാന്തരപ്പെടുവിൻ. ഇത് പക്ഷേ ചില കാര്യങ്ങൾ വല്ലപ്പോഴും കൂടി ഒന്ന് പറയും, പക്ഷെ ചുറ്റുവട്ടങ്ങൾ കാണിക്കത്തില്ല. അത് ഇരുട്ടാക്കിയേ കാണിക്കത്തുള്ളൂ. അത് ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ. ഇതിനാണ് അന്ധകാരത്തിൽ പറയുന്ന വചനങ്ങൾ. അത് നിഗൂഢ വചനങ്ങൾ എന്ന് പറയും. ഒക്കൾട്ട് വേർഡെന്ന് ഞാൻ പറയണത്. അത് ഹിഡൻ വേഡ് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുന്നത്. കർത്താവ് എപ്പോഴും മറച്ച് വെച്ചതിനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാറില്ലെന്നേ ഉള്ളൂ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. പാടി വാഴ്ത്തുന്നു. ശ്രുതികട ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് പ്രിയനേ സ്നേഹം ഓർക്കുന്നില്ല. പ്രിയനേ സ്നേഹം ഓർക്കുന്നില്ല. നവകിന്നരം തൂങ്ങി ഞങ്ങൾ
10:21. ലുക്ക 10:21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ ഇല്ല ഇത് വളരെ സ്വകാര്യമായ ഒരു വിതരണമേ ഉള്ളതിനെ, അതാണ് മറച്ചു വെക്കുക എന്ന് പറയുന്നത്. ഹിഡൻ വേഡ്, മറച്ചു വെച്ച വചനങ്ങൾ, അന്ധകാരത്തിൽ പറഞ്ഞവർ, ഇതുപോലെ പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഇപ്പം യോഹന്നാൻ്റെ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച്, ജോൺ ദി ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പറയണത് അന്ധകാരത്തിൽ പറഞ്ഞ വചനമൊന്നല്ല, മരുഭൂമി പറഞ്ഞ വചനമെന്നാണ്. വചനമൊക്കെ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളെന്ന് പറയുന്ന പോലെ അത് എവിടെ വിരിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം എന്ന് പറയണത്. എവിടെയാണ് വിരിഞ്ഞത്, അതാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന വചനം ഇതുപോലെ ഒരു ഹിഡൻ വേർഡാണ്. എന്താണ്? എപ്പോഴും പറയത്തില്ല. മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ഇപ്പം ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറഞ്ഞ് 17 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ എല്ലാവരോടും പറയും, ഒരുങ്ങിയിരിക്കുവിൻ, തയ്യാറായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. അങ്ങനെ 17 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രയോജനമില്ലാത്ത ദാസനെ എൻ്റെ മുന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയത്തില്ല. അതൊന്ന് പ്രാവശ്യം പറയത്തില്ല. ഇതന്നെ ഹിഡൻ വേർഡ് എന്ന് പറയണത്. പ്രയോജനമില്ലാത്ത ദാസനെന്നൊക്കെ വിളിക്കും, ഒരു കുഴപ്പമില്ല. വളരെ ആഘോഷമായിട്ട്, വളരെ മാന്യതയോടും മാനേഴ്സൊക്കെ അനുസരിച്ച് ദാസനെന്നൊക്കെ വിളിക്കും. ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു വിളിയാണ് ദാസൻ. പക്ഷേ വിളികളെന്താണ്? ഈ ദാസന്മാരിൽ തന്നെ പ്രയോജനമില്ലാത്ത ഈ സംഭവത്തെ എടുത്തുകൊണ്ട് പോകാൻ പറയും എൻ്റെ മുമ്പിൽ നിന്ന്. അതത്ര നിസ്സാരമായിട്ടുള്ള പറച്ചിലല്ല, ഇത്തിരി കൂടിയ പറച്ചിലാണ്. പ്രയോജനമില്ലാത്ത ദാസനെ എടുത്തുകൊണ്ട് പോകാൻ എൻ്റെ മുമ്പിൽ നിന്ന്. ഒന്നൊരു വായിച്ചത് 25:30 മത്തായിയുടെ സുവിശേഷം. എൻ്റെ പേര് റോസി. ഞാൻ എടപ്പള്ളി മാമംഗലം കർമ്മലമാത ഇടവ അംഗമാണ്. ഞാൻ 2019 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കുറേ മനസ്സ് വിഷമിച്ചൊക്കെ ഞാൻ വന്നെടുത്തു. ഞാൻ 6 നിയോഗങ്ങൾ എഴുതി, അതിൽ 4 അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഞാൻ കുറേ വിഷമിച്ചു വന്ന കാര്യം അമ്മ ഇപ്പോഴും എനിക്ക് സാധിച്ചു തന്നിട്ടില്ല. അതിൻ്റെ സമയമാകുമ്പോൾ അമ്മ എനിക്ക് തരുമായിരിക്കും, തരാതിരിക്കില്ല. നമ്മളുടെ ഇതിൽ ഇഷ്ടമെന്ന് തോന്നുന്നത് അമ്മയ്ക്ക് അത് ചിലപ്പോൾ ഇഷ്ടമായിട്ട് വരില്ല. അമ്മയുടെ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ. ഞാനിപ്പോൾ അടുത്ത് എനിക്ക് കിട്ടിയൊരു വലിയ അനുഗ്രഹം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ ഓഗസ്റ്റിൽ എൻ്റെ ചേച്ചി ഭോപ്പാലിലാണ്. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയതാണ്. അവിടെയാണ് ചേച്ചിയും പിള്ളേരും ഒക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒരു 6-ാം തീയതി ആയപ്പോൾ പെട്ടെന്നൊരു ഫോൺ വന്ന്, ചേച്ചിക്ക് ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞ് ചേച്ചിയുടെ മകൾ വിളിച്ച് പറഞ്ഞ്. അപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് പോയി. ഡയാലിസിസ് ചെയ്യണം, ക്രിയാറ്റിൻ 8.5 ഒക്കെയാണെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2-3 പേരും കൂടി ഇവിടെ നിന്ന് പോയി. അപ്പം ഞാൻ പോകുമ്പോൾ ഈ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ചേച്ചീനോട് അന്ന് ഡോക്ടർ ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി അഡ്മിറ്റ് ആയില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി വന്ന്. അത് കഴിഞ്ഞ് ചേച്ചി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഈ കൃപാസന പത്രവും ഈ നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഞങ്ങൾ ചെന്ന പിറ്റേ ദിവസം ചേച്ചി ഡോക്ടറിനെ കാണാൻ വേണ്ടി പോണേണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച്, ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഈ കുടമ്പടി തൈലം ചേച്ചിക്ക് കുരിശരിച്ചു കൊടുത്ത്, ഞാൻ ഉപ്പ് വായിലിട്ട് കൊടുത്ത്, എന്നിട്ടൊക്കെ ഞാൻ പറഞ്ഞു, ചേച്ചി മാതാവിനെ ഞാൻ ചേച്ചിയുടെ കൂടെ വിടണേണ്, ചേച്ചിക്ക് ഡയാലിസിസ് ചെയ്യുമൊന്നും വേണ്ടില്ല. ചേച്ചി കുറച്ച് കാലവും കൂടി ഇങ്ങനെ ഞങ്ങളുടെ ചേച്ചിയായിട്ടും പിള്ളേർക്ക് അമ്മയായിട്ടും ജീവിച്ചാൽ കണ്ടാൽ മതി. കുറേ കാലമൊന്നും ഞാൻ മാതാവിനോട് ചോദിക്കുന്നില്ല, സുഖമായിട്ടിരിക്കണം. അത് മാതാവ് എനിക്ക് സാധിച്ചു തരും ചേച്ചി. ഞാൻ ചേച്ചിനെ മാതാവിനെ കൂടെ വിടുന്നുണ്ടെന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ. അവിടെ ചെന്നപ്പോൾ
ചേച്ചിനോട് ഡയാലിസിസ് ചെയ്യണ്ട, നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിക്ക് അങ്ങനെ ക്രിയാറ്റിൻ കുറഞ്ഞ് 4.5 ഒക്കെ. എന്തിന് പറയണം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യം സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിട്ടും എനിക്ക് നടന്നില്ല, തിരക്കൊക്കെ കാരണം ഞാൻ പോയി. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ചേച്ചി പെട്ടെന്ന് വരണേണ്, എനിക്ക് മാധവനെ കാണണം, എനിക്ക് മാധവനോട് നന്ദി പറയണമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി വന്ന്. ചേച്ചി ഇപ്പം എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, ബാക്കിലിരിക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചിക്ക് അങ്ങോട്ട് ഹെൽത്ത് കൊണ്ട് അത്ര ഇതായിട്ടില്ല, എങ്കിലും ചേച്ചി ഇപ്പോൾ സുഖമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചി മാധവനെ കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്, എൻ്റെ കൂടെയുണ്ട്. അതൊരു വലിയ സാക്ഷ്യം. പിന്നെ രണ്ടാമതായിട്ട് ഇതേപോലെ 2020 ആയപ്പോൾ എൻ്റെ ഒരു ബ്രദറിന് ഇതേപോലെ പനി വന്ന് ഒരാഴ്ച ഭയങ്കര ഇതായിട്ട് കിടന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊറോണ ഇരിക്കുമെന്ന് വിചാരിച്ച്. പിന്നെ അവന് രാത്രിയൊക്കെ ആകുമ്പോൾ വിറവലൊക്കെ വരും. അങ്ങനെ കൊണ്ടുപോയി, ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ നിന്ന് മടങ്ങി വേറൊരു മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ ആംബുലൻസിൽ ഞാനും കൂടെ ഇരുന്ന് ഞാൻ അമ്മയുടെ കാശുരൂപം പിടിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് മെഡിക്കൽ ട്രസ്റ്റ് വരെയും ചെന്നത്. അപ്പോൾ ഒക്കെ ഞാൻ പറയുന്നുണ്ട് എല്ലാവരോടും, ഇവനിങ്ങനെയൊക്കെ എത്ര ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞാലും ഇവിടുന്ന് അമ്മ അവനെ നടത്തി ഇറക്കുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നിന്ന് അന്നവിടെ ICUവിലാക്കി. അങ്ങനെ ICU തന്നെ ആയിരുന്നു. 25% എല്ലാ ഓർഗൻസിനും വർക്ക് ചെയ്യണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ഭർത്താവ് വളരെ ചെറുതിലേ എനിക്ക് മരിച്ചു പോയതാണ്, എൻ്റെ മക്കൾ അപ്പനില്ലാത്ത വിഷമം ഇപ്പോഴും അവർ പറയുന്നുണ്ട്, അവർ കല്യാണം കഴിച്ചെങ്കിലും. അതേപോലെ മറ്റൊരു മക്കൾ അങ്ങനെ വിഷമിക്കാൻ ഇടവരരുതാണ് മാതാവേ. അവർക്ക് അവൻ്റെ മക്കളൊന്നും ആയിട്ടില്ല, അപ്പോൾ അവരൊക്കെ ഒരു ഇതിലേക്കായിട്ട് അതാകണം മാതാവി, അത് അവൻ ജീവിച്ചിരുന്നാലേ പറ്റുള്ളൂ, അതുകൊണ്ട് മാതാവി ഇടപെടണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കണ ആൾ, ഞാൻ അവന് വേണ്ടി ഒരു ദിവസം കൂടി കൂടുതൽ എടുക്കാമേ, അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അമ്മ നടത്തി അവനെ ഇറക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പം ഞാൻ ഭാര്യനോട് പറഞ്ഞു, ഞാൻ ഈ കാശുരൂപം തരാം, നീ ICU കയറുമ്പോൾ തലക്കൽ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, അമ്മ സൗഖ്യം തരും, ആൾ നടന്നതിന് വരുമെന്ന് പറഞ്ഞു. അതും അമ്മ നടത്തി തന്നു. 15 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ നടന്ന്. ഇപ്പോൾ ആൾ നല്ല സ്മാർട്ടായിട്ട് പഴയ ജോലിക്ക് തന്നെ പോകുന്നുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. പിന്നെ എനിക്കുള്ളത്, ഞാൻ 28 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ മൂക്കുപൊടി വലിക്കണത്. എനിക്കതില്ലാതെ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭർത്താവ് നേരത്തെ മരിച്ചെന്ന്. പിന്നെ 2 കുഞ്ഞു മക്കൾ, കുറച്ച് നാത്തൂമാർ, അമ്മയ്ക്കാണെങ്കിലും അത്ര സുഖമില്ലാത്തൊരു അമ്മായിയമ്മ, തലയ്ക്ക് ഓർമ്മയില്ല. അപ്പം എനിക്ക് കൂടെ എനിക്ക് തലയ്ക്ക് എനിക്കെന്തോ പോലെയാണ്. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ പോയി തലയിൽ കുറേ വെള്ളമൊക്കെ കോരിയൊഴുക്കി. എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും ദൈവമേന്ന്. അപ്പം അങ്ങനെ എങ്ങനെയോ ഞാനിത് പഠിച്ച്. പക്ഷെ മൂക്കുപൊടിയില്ലാതെ എനിക്ക് പറ്റില്ല, എനിക്കെന്തോ പോലെയാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് 2019 ഉടമ്പടി എടുത്തെങ്കിലും എല്ലാവരും ഇത് നിർത്തണം എന്നൊക്കെ ഓരോന്ന് നിർത്തുന്നു പറഞ്ഞ് ഈ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. എനിക്കെന്തുകൊണ്ടാണ് അമ്മ ഇത് പറ്റാത്തതെന്ന് പറഞ്ഞ്. പക്ഷെ പയ്യെ അമ്മ അതെന്നില്ലെന്ന് അത് മാറ്റി എന്നുള്ളതാണ്. എങ്ങനെയും ഞാൻ പോലും അറിയാതെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു, അത് ഓർക്കേയില്ല. അപ്പം ഞാനോർത്ത് ഇത് ഞാൻ മറന്നു പോകുന്നുണ്ടല്ലോ, അപ്പം പിന്നെ ഇതങ്ങോട്ട് ഉപേക്ഷിച്ചാൽ മതി. അങ്ങനെ ഞാൻ അത് ഉപേക്ഷിക്കാൻ എനിക്ക് ഒരു വലിയ കൃപ തന്ന് എന്നെ അനുഗ്രഹിച്ച്. പിന്നെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അതിന് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കും, അതിന് യാതൊരു സംശയമില്ല കേട്ടോ. എല്ലാവർക്കും മാതാവ് കൈനിറച്ച അനുഗ്രഹങ്ങൾ തരും. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഞാൻ ഓടി ഇവിടെ വരും, അമ്മയുടെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കും, അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പോകും. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് മനസ്സിന്. അങ്ങനെ എന്നെയും എൻ്റെ മക്കളെയും എല്ലാവരെയും, ഞാൻ കാരണം ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയും. ആദ്യമായി എനിക്കിവിടെ നിന്ന് ഒരു സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹത്തിന് ഞാൻ ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ശീതൾ, കണ്ണങ്കരയിൽ നിന്ന് വരുന്നു. ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്.